മുടി ഇപ്പോൾ വളരെ നേരിയതായി നൈസായി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ സന്തോഷിക്കും. പക്ഷെ അത് അപകടമാണ്. ആക്ച്വലി എൻ്റെ മുടി നല്ല കട്ടിയുള്ള ചകിരി പോലുള്ള മുടിയായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആ രീതിയിലാണ് കളിയാക്കിക്കൊണ്ടിരുന്നത്. ഇടയ്ക്കൊരു വൈറൽ ഫീവർ വന്നതിന് ശേഷമാണ് എൻ്റെ മുടി വല്ലാതെ സ്ലിം ആവാൻ തുടങ്ങിയത്. സാധാരണ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എൻ്റെ മുടി ഇപ്പോൾ വളരെ നേരിയതായി നൈസായി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ സന്തോഷിക്കും. പക്ഷെ അത് അപകടമാണ്. ഞാൻ പിന്നീടാണ് ഇത് മനസ്സിലാക്കുന്നത്. അതായത് ഹെയർ തിന്നിങ് ആണ് പിന്നീട് ഹെയർ ഫോൾസിലേക്ക് നയിക്കുന്നത്. എൻ്റെ മുടി ഇതുപോലെ ഹെയർ ഫോൾസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഹെയർ ട്രീയിലേക്ക് വരുന്നത്. അപ്പോൾ ഓൾറെഡി ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത് ആവശ്യമായ സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുത്ത് അതൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മുമ്പേ അറിയാവുന്നത് PRP ആണ്. പക്ഷേ PRPയേക്കാളും കുറേ കൂടി അഡ്വാൻസ്ഡ് ആയ കൂടുതൽ റിസൾട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണ് GFC. ആൻഡ് GFCയേക്കാളും അഡ്വാൻസ്ഡ് ആയ ബെറ്റർ റിസൾട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് GFC എക്സോസോംസ്. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതെൻ്റെ 3rd സിറ്റിംഗ് ആണ്. ഒന്നാമത്തെ സിറ്റിംഗ് മുതൽ 3ാമത്തെ സിറ്റിംഗ് വരെ എത്തുമ്പോഴേക്ക് എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. എൻ്റെ ഹെയർ തിന്നിങ് കുറഞ്ഞിട്ടുണ്ട്, ഹെയർ ഫോൾസ് കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു 3ാമത്തെ സിറ്റിംഗ് കൂടി കഴിയുമ്പോഴേക്കും ഒരു കംപ്ലീറ്റ് ക്യൂർ കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഹെയർ ട്രീക്ക് 10ഓളം ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഹെയർ ട്രീയെ കോൺടാക്ട് ചെയ്യാം.